പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ബറാക്ക ബൈബിൾ ബൈറ്റ്സിന് മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു: എന്നാൽ എസ്തേറിന്റെ സുഖവർത്തമാനം അവൾക്ക് എന്തെല്ലാം ആകും എന്നറിയേണ്ടതിനു വേണ്ടി മൊർദെഖായി അന്തഃപുരത്തിന്റെ മുറ്റത്ത് നടന്നുകൊണ്ടിരുന്നു. ഇത് വായിക്കുമ്പോൾ നമ്മൾ കരുതും മൊർദെഖായി 2-3 ദിവസങ്ങളോ 4-5 ആഴ്ചകളോ നടന്നു എന്നാണ്. പക്ഷെ തിരുവെഴുത്ത് പറയുന്നത് അഹശ്വേരോശ് രാജാവിന്റെ പത്നിയായ വസ്തിക്ക് പകരം രാജ്ഞിയായി തിരഞ്ഞെടുക്കേണ്ട വിളംബരം വരുന്നത് തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിലാണ്. എസ്തേറിനെ തിരഞ്ഞെടുക്കുന്നതോ വാഴ്ചയുടെ 7-ാം ആണ്ടിൽ. അപ്പോൾ മൊർദെഖായി അന്തഃപുരത്തിന്റെ മുറ്റത്ത് നടന്നുകൊണ്ടിരുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ 1-2 ദിവസങ്ങളോ ചില ആഴ്ചകളോ മാസങ്ങളോ അല്ല, 4 നീണ്ട വർഷങ്ങൾ. അതേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ 1-2 ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞ് നമ്മൾ മടുക്കുമ്പോൾ ഇവിടെ ഇതാ മൊർദെഖായി നമുക്ക് മാതൃകയാണ്. അന്തഃപുരത്തിന്റെ അകത്ത് നടക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ 4 കൊല്ലത്തോളം അന്തഃപുരത്തിന്റെ പുറത്ത് നടന്നുകൊണ്ടിരുന്നു. ഒടുവിൽ തന്റെ ആ നടപ്പ് വൃഥാവായില്ല. സർവശക്തനായ ദൈവം ആ വിഷയത്തിന് അനുകൂലമായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ ഈ പകൽക്കാലം നിങ്ങൾ ആരംഭിച്ച പ്രാർത്ഥനകൾ മുടക്കേണ്ട, പ്രാർത്ഥനകൾ തുടരുക. മൊർദെഖായിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം വർഷങ്ങളെടുത്താലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു.